All of you, welcome to IFR Education. So, നമ്മുടെ CSR UGC നെറ്റിൻ്റെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഐഫറിലേക്കുള്ള അഡ്മിഷൻ പ്രൊസീജിയർ ഇപ്പോഴും നടക്കുന്നുണ്ട്. JRF ട്രാക്ക് ബാച്ചിലേക്കുള്ള അഡ്മിഷനും നമ്മുടെ അഡ്മിഷൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. സോ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലാന്റ് ഫിസിയോളജിയിലെ ഒരു ടോപ്പിക്കാണ്. സോ നമ്മൾ മുന്നേ തന്നെ ഈ ഒരു പ്ലാന്റ് ഫിസിയോളജിയിലെ വേറെ ഒരുപാട് ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ലൈവ് സെഷനിൽ തന്നെ. ഇന്നത്തെ ലൈവ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ നമുക്കറിയാം ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ ഒരുപാട് സബ് ടോപ്പിക്സ് വരുന്നുണ്ട് അല്ലേ. അതായത് ഒരു ഫോട്ടോസിന്തസിസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ്ലി അവിടെ സ്പെസിഫിക് ആയിട്ട് അതിൽ വർക്കൗട്ട് ചെയ്യുന്ന ഒരുപാട് പ്രോട്ടീൻസ്, അതായത് മീൻസ് പിഗ്മെൻറ്റുകൾ, അതിൽ തന്നെ പങ്കെടുക്കുന്ന ഒരുപാട് പ്രോട്ടീൻസ്, എൻസൈമുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ സ്ട്രക്ചേഴ്സ് നമ്മൾ ഒരു വീഡിയോയിലാണ് ചെയ്തിട്ടുള്ളത്. പ്രോട്ടീൻസിൻ്റെ മീൻസ് ക്ലോറോഫിൽ പിഗ്മെൻറ്റ്സുകൾ, ക്ലോറോഫിൽ, സാന്തോഫിൽ, കെരോട്ടിനോയിഡ്സ്, അങ്ങനെ ഡിഫറെൻറ്റ് ഫോട്ടോസിന്തറ്റിക് പിഗ്മെൻറ്റ്സിനെ കുറിച്ചിട്ട് ഈ ക്ലോറോഫിൽ പിഗ്മെൻറ്റ്സ് അടക്കമുള്ള എല്ലാ പിഗ്മെൻറ്റ്സും ഇൻഹാബിറ്റ് ചെയ്യുന്ന ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ അല്ലേ, ഗ്രാന അല്ലെങ്കിൽ സ്ട്രോമ പോലെയുള്ള ഡിഫറെൻറ്റ് ക്ലോറോപ്ലാസ്റ്റിൻ്റെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ലൊക്കേഷൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഗ്രാന എന്ന് പറയുന്നത് അത് അല്ലെങ്കിൽ സ്ട്രോമ എന്നൊക്കെ പറയുന്നത് ക്ലോറോപ്ലാസ്റ്റിൽ തന്നെ കാണുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻസ് ആണ് അല്ലേ. ഇപ്പോൾ ഗ്രാന എന്ന് പറയുമ്പോൾ നമ്മൾ കൺസ്ട്രക്റ്റഡ് ആയിട്ട് കോയിൻസ് അടുക്കി വെച്ചതുപോലെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ്. ക്ലോറോപ്ലാസ്റ്റിലെ തന്നെ ഒരു റീജിയനാണ് ഗ്രാന എന്ന് പറയുന്നത്. സ്ട്രോമ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ദ ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ഗ്രാനയുടെ തന്നെ എക്സ്റ്റൻഷനാണ് സ്ട്രോമ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാന എന്ന് പറയുമ്പോൾ മൾട്ടി സെല്ലുലാർ ആയിട്ട് അല്ലെങ്കിൽ മൾട്ടി കമ്പാർട്ട്മെൻ്റ് ആയിട്ട് കാണുന്ന ഒന്നാണ്. ഗ്രാന എന്ന് പറയുമ്പോൾ സിംഗ്ലി ഫ്ലാറ്റൻഡ് ആയിട്ട് കാണുന്നൊരു ഏരിയ ആണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഫോട്ടോസിന്തറ്റിക് റിയാക്ഷൻസും എല്ലാം തന്നെ എന്ത് ചെയ്യുക നടക്കുന്നത്. സോ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ലൈറ്റ് റിയാക്ഷൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ഫോട്ടോസിന്തസിസിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലോറോഫിൽ പിഗ്മെൻറ്റ്സും ആക്സസറി പിഗ്മെൻറ്റ്സും ഒക്കെ എന്ത് ചെയ്യും, മാക്സിമം ലൈറ്റ് എല്ലാം തന്നെ ഇവർ അബ്സോർബ് ചെയ്തിട്ട്, സൺലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് അതിൻ്റെ എനർജി എല്ലാം തന്നെ ഒരു റിയാക്ഷൻ സെൻറ്ററിലേക്ക് എത്തിക്കുന്നുണ്ട് അല്ലേ. അങ്ങനെ റിയാക്ഷൻ സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ആ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ് നടക്കുന്നത് എന്നത് പഠിക്കുന്ന ഒരു മെക്കാനിസമാണ് നമ്മൾ ലൈറ്റ് റിയാക്ഷൻസ് എന്ന് പറയാം. അപ്പോൾ ആ ഒരു ലൈറ്റ് റിയാക്ഷൻ മെക്കാനിസമാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു ലൈവ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ടോപ്പിക്ക് ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഏകദേശം CSR UGC നെറ്റിലെ പാർട്ട് സിയിൽ നമുക്ക് ഒരു 3 to മിനിമം ഒരു 3 ക്വസ്റ്റ്യൻസ് എങ്കിലും നമുക്ക് 4 മാർക്കിൻ്റെ അതിൽ നിന്നും അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് വരാറുള്ളത് ലൈറ്റ് റിയാക്ഷൻസിൽ നിന്നും ഒരു ഏരിയ ചോദിക്കാം. അതൊന്നെങ്കിൽ ക്ലോറോഫിലിൻ്റെ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടായിരിക്കാം, പിഗ്മെൻറ്റ് ബേസ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിനെ ബേസ് ചെയ്തിട്ടായിരിക്കാം. നമ്മൾ ലൈറ്റ് റിയാക്ഷനിൽ പഠിക്കുന്ന ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിനെ ബേസ് ചെയ്തിട്ടായിരിക്കാം. അതും അല്ലെങ്കിൽ C4ഉം C3 പ്ലാന്റ്സും തമ്മിലുള്ള അവരുടെ ടെമ്പറേച്ചർ വേരിയേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. അപ്പോൾ കോമൺ ആയിട്ട് ഈ 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കാണാറുള്ളത്. ഇതന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാണ് ചോദിക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു C പാർട്ടിൽ മാത്രം നമുക്കൊരു 12 മാർക്കിൻ്റെ അടുത്ത് ഈ ഒരു 10 മാർക്കിൻ്റെ അടുത്ത് നമുക്ക് ഈ ഒരു ഫോട്ടോ സിന്തസിസ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിലൂടെ തന്നെ നമുക്ക് പഠിക്കാനായിട്ട് മീൻസ് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ ആണല്ലോ. സോ നമുക്ക് ഈ ഒരു ലൈറ്റ് റിയാക്ഷൻസ് എന്താണെന്നുള്ളതൊന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ്ലി നമുക്ക് നോക്കുന്നത് ഈ ഒരു ലൈറ്റ് റിയാക്ഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ആയിട്ടുള്ള ഒരു
റിയാക്ഷൻ സെൻറ്റേഴ്സ് ആണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫോട്ടോസിസ്റ്റം 1 ആൻഡ് ഫോട്ടോസിസ്റ്റം 2 അല്ലേ. അതായത് 2 റിയാക്ഷൻ സെൻറ്റേഴ്സ് ആണ് ഫോട്ടോസിന്തസിസിലുള്ളത്. ഒന്ന് PS1 ആണ്, ഫോട്ടോസിസ്റ്റം 1 ആണ്, ഒന്ന് ഫോട്ടോസിസ്റ്റം 2 ആണ്. സോ ഈ 2 ഫോട്ടോസിസ്റ്റം 1നെയും ഫോട്ടോസിസ്റ്റം 2നെയും എങ്ങനെയാണ് ഒരു ക്ലോറോപ്ലാസ്റ്റിനകത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത്. So we can see the both photosystem they are distributed differently. They are distributed differently in the thylakoid membranes. Okay, അപ്പോൾ തൈലക്കോയിഡ് മെംബ്രെയിനിൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഈ 2 ഫോട്ടോസിസ്റ്റത്തിനെയും എന്ത് ചെയ്തിട്ടുള്ളത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. സോ അതിൽ PS1 ഫോട്ടോസിസ്റ്റം 1 എന്ന് പറയുന്നത് ഇറ്റ്സ് ഫൗണ്ട് ഓൾമോസ്റ്റ് എക്സ്ക്ലൂസീവ്ലി ഇൻ എ നോൺ അപ്രസ്ഡ് മെംബ്രെയിൻ ഓഫ് ഗ്രാന ആൻഡ് സ്ട്രോമ. സോ വി ഹാവ് ദർ ഇസ് 2 region in chloroplast, that is the appressed region and the non appressed region. നമുക്കത് എന്താണെന്ന് നോക്കാം. അപ്രസ്ഡ് റീജിയനും നോൺ അപ്രസ്ഡ് റീജിയനും എന്താണെന്ന് നോക്കാം നമുക്ക്. സോ യു ക്യാൻ സീ ഹിയർ അല്ലേ, ഇതാണ് തൈലക്കോയിഡിൻ്റെ മീൻസ് ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഗ്രാന റീജിയൻ. ഇതാണ് നമുക്ക് ഇങ്ങനെ അട്ടിക്ക് വെച്ച പോലെ, കോയിൻസ് അടുക്കി വെച്ച പോലെ കാണാം. ഇതാണ് എന്തെന്ന് പറയുന്നത്, ദിസ് ഈസ് ദ ഗ്രാന ഓഫ് ദാറ്റ് പോർഷൻ ആൻഡ് ദിസ് ഈസ് ദ സ്ട്രോമ. ഇതാണ് സ്ട്രോമ എന്ന് പറയുന്നത്, ഇതാണ് ഗ്രാന എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രാനയ്ക്കാണെങ്കിലും സ്ട്രോമയിലും കംപ്ലീറ്റ്ലി നമുക്ക് 2 രീതിയിലുള്ള റീജിയൻസ് നമുക്ക് കാണാം. അതിലൊന്നാണ് അപ്രസ്ഡ് മെംബ്രെയിൻസ് എന്ന് പറയാം. ദാറ്റ് ഈസ് അപ്രസ്ഡ് മെംബ്രെയിൻസ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഗ്രാനൽ തൈലക്കോയിഡ്സിനെയാണ് നമ്മൾ അപ്രസ്ഡ് റീജിയൻ, അതായത് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുള്ള കോയിൻസ് പോലെ അടുക്കി വെച്ചിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മൾ ഇതിൻ്റെ അപ്രസ്ഡ് റീജിയൻ എന്ന് പറയാം. നമ്മൾ ഫ്ലാറ്റൻഡ് ആയിട്ട് കാണുന്ന സിംഗിൾ ഫ്രാഗ്മെൻ്റ് ആയിട്ട് കാണുന്ന ഏരിയ ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ നോൺ അപ്രസ്ഡ് അഥവാ സ്ട്രോമൽ തൈലക്കോയിഡ്സ് എന്ന് പറയാം. ഓക്കെ ആണല്ലോ. അങ്ങനെ 2 റീജിയൻസ് ആണ് നമുക്ക് പ്ലാസ്റ്റ് തൈലക്കോയിഡ്സിന് നമുക്ക് കാണാനായിട്ട് പറ്റുക. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് PS1 അല്ലേ, PS1 എന്ന് പറയുന്നത് എവിടെയാണ് കാണുക? ഓക്കെ, PS1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദ നോൺ അപ്രസ്ഡ് റീജിയൻ അല്ലേ. അപ്പോൾ നമ്മൾ 2 തരം റീജിയൻസിനെ കണ്ടു. ഇതാണ് അപ്രസ്ഡ് റീജിയൻസ്, ഇതാണ് നോൺ അപ്രസ്ഡ് റീജിയൻസ് അല്ലേ. അപ്പോൾ ഈ അപ്രസ്ഡ് റീജിയൻസിലാണ് ആരുണ്ടായിരിക്കുക? ഫോട്ടോസിസ്റ്റം 1 ഉണ്ടായിരിക്കുക. ആൻഡ് they are found almost exclusively in the non-appressed membrane of grana and stroma lamellae. അതായത് ഈ ഒരു ഭാഗത്ത്, ഇങ്ങനെയുള്ള ഈ ഭാഗത്താണ് ആരുണ്ടാവുക? That is, we can found the photosystem 1. Sorry, this is the appressed region ആൻഡ് ദിസ് ഈസ് ദ നോൺ അപ്രസ്ഡ് റീജിയൻ കേട്ടോ. ഫോട്ടോയിൽ കണ്ട പോലെ തന്നെ, ഞാൻ പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. ഇതാണ് നോൺ അപ്രസ്ഡ് റീജിയൻ, ഇതാണ് അപ്രസ്ഡ് റീജിയൻ. അപ്പോൾ PS1നെ നമ്മൾ കാണുന്നത് നോൺ അപ്രസ്ഡ് റീജിയൻ ആണ്. PS2 ലൊക്കേറ്റ് പ്രൊമിനൻ്റ്ലി PS2 ഫോട്ടോസിസ്റ്റം 2 ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് അപ്രസ്ഡ് മെംബ്രെയിനിലായിരിക്കും. അതായത് മെയിനായിട്ട് ഗ്രാനൽ പോർഷനിലാണ് നമ്മൾ, അതായത് ഈ അടുക്കി വെച്ചിട്ടുള്ള ഭാഗത്താണ് PS2നെ കാണുന്നത്. PS1നെ നമ്മൾ കാണുന്നത് എവിടെയാണ്? നോൺ അപ്രസ്ഡ് ആയിട്ടുള്ള റീജിയൻസിലാണ്. അപ്പോൾ ഇതാണ് ഫോട്ടോസിസ്റ്റം 1ൻ്റെയും ഫോട്ടോസിസ്റ്റം 2ൻ്റെയും ഒരു എന്താ പറയുക, വി ഹാവ് ടു കോൾ ദ ഡിസ്ട്രിബ്യൂഷൻ. ക്ലോറോപ്ലാസ്റ്റിൽ ഇങ്ങനെയാണ് ഇവരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. സോ ഇനി നമ്മൾ ഫോട്ടോസിസ്റ്റം 1ൻ്റെയും ഫോട്ടോസിസ്റ്റം 2ൻ്റെയും ഒരു റേഷ്യോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ the PS1 to PS2 to PS1 എന്ന് പറഞ്ഞിട്ടുള്ള PS2/PS1 എന്ന് പറഞ്ഞ ഈ ഒരു റേഷ്യോ എന്ന് പറയുന്നത് 1.5/1 ആണ്. അതായത് ഓരോ PS1നും 1.5 PS2 ക്ലോറോപ്ലാസ്റ്റിൽ എന്തായിരിക്കും? പ്രസൻ്റ് ആയിരിക്കും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി ഫോട്ടോസിസ്റ്റം 1 ആൻഡ് ഫോട്ടോസിസ്റ്റം 2.
ഓക്കെ ദെൻ പിന്നെ നമ്മളിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു PS2 നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, ടൈറ്റ്ലി അപ്രസ്ഡ് ആയിട്ടുള്ള ഈ ഭാഗത്തായിരിക്കും നമ്മൾ PS2വിനെ കാണുന്നത് അല്ലേ, PS2വിനെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്തേക്കാണ്. സോ അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് 2 വിൽ ബി മീഡിയേറ്റ് എ ടൈറ്റ് അസോസിയേഷൻ ഓഫ് adjacent membranes in the grana. Light harvesting complex is one of the important complex which will be harvesting most of the light energy to this PS2 കേട്ടോ. അതാണ് ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. മാക്സിമം ലൈറ്റ് എനർജി അവർ എന്ത് ചെയ്യും, ഹാർവെസ്റ്റ് ചെയ്തിട്ട് ഇവർക്ക് കൊടുക്കും. ലൈറ്റ് ഹാർവെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ക്ലോറോഫിൽ മോളിക്യൂൾസ് തന്നെയാണ് അതിൻ്റെ കമ്പോണൻസ് മെമ്പേഴ്സ് ആയിട്ട് വരുന്നത്. 2 or 3 ക്ലോറോഫിൽ എ മെംബ്രെയിൻസുകളാണ് ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സുകൾ വേറെയും അസോസിയേറ്റ് ചെയ്തിട്ടുള്ള പ്രോട്ടീൻസുകളും ഈ ഒരു LHC2 നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മാക്സിമം ഉള്ള ലൈറ്റ് എനർജി ഇവരെന്ത് ചെയ്യും, ഈ ഒരു PS2 കൊടുക്കുന്നതായിരിക്കും. ആൻഡ് അപ്പോൾ PS2 എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ എക്സ്ക്ലൂസീവ്ലി എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുക, അപ്രസ്ഡ് ആയിട്ടുള്ളൊരു റീജിയണിലായിരിക്കും. അതുപോലെ തന്നെ PS1 ഫോട്ടോസിസ്റ്റം 1ഉം ATP സിന്തീസും നമുക്ക് ഓൾമോസ്റ്റ്ലി അവർ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് നോൺ അപ്രസ്ഡ് ആയിട്ടുള്ള മെംബ്രെയിനിലാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇവിടെ ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ ദേ ഹാവ് ദ ആക്സസ് ടു ദ കണ്ടൻസ് ഓഫ് ദ സ്ട്രോമ ഇൻക്ലൂഡിങ് ADP, NADP+ ആൻഡ് സൈറ്റോക്രോം B64 ആൻഡ് ദാറ്റ് ഈസ് പ്രൈമർലി ഇൻ ദ ഗ്രാനുൽ തൈലക്കോയിഡ്. ഇവിടെ PS1ഉം ATP സിന്തീസും നമ്മൾ മോസ്റ്റ്ലി കാണുന്നത് ഏത് ഭാഗത്താണ്, നോൺ അപ്രസ്ഡ് ആയിട്ടുള്ള റീജിയൻസിലാണ് നമ്മളതിനെ കാണുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ മോസ്റ്റ്ലി നോൺ അപ്രസ്ഡ് റീജിയനിൽ എന്നെ ലൊക്കേറ്റ് ചെയ്തുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ഹാവ് ദ ആക്സസ് ടു ദ കണ്ടൻറ്റ്. അപ്പോഴാണ് ഇവർക്ക് എന്തുണ്ടാവുക, സ്ട്രോമയിലുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള സംഭവങ്ങളിൽ ഇവർക്ക് ആക്സസ് കിട്ടുന്നത് ഈ സ്ട്രോമൽ ഏരിയയിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഈ ഒരു നോൺ അപ്രസ്ഡ് ആയിട്ടുള്ള പോർഷനിൽ ഇവരെന്ത് ചെയ്യുന്നത്, മീൻസ് അവിടെ തന്നെ അവർ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് ADP, NADP+, അതുപോലെ തന്നെ സൈറ്റോക്രോം B65 എൻസൈമിനൊക്കെ ഇവർക്ക് ആക്സസിബിൾ ആവുന്നത്, പെട്ടെന്ന് അവൈലബിൾ ആവുന്നത് നോൺ അപ്രസ്ഡ് ആയിട്ടുള്ള തൈലക്കോയിഡിൻ്റെ പോർഷനിലാണ്, ക്ലോറോപ്ലാസ്റ്റിൻ്റെ പോർഷനിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ആ ഒരു ഭാഗത്തേക്ക് തന്നെ എന്ത് ചെയ്തിട്ടുള്ളത്, അപ്രസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ യു ക്യാൻ സീ ദ പിക്ചർ നാ. അപ്പോൾ ഇതാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കംപ്ലീറ്റ് സെനാരിയോ വരുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പ്രോട്ടീൻസിനെ കാണാൻ പറ്റും അല്ലേ. നമ്മൾ ഈ ഗ്രീൻ കളറിൽ കാണുന്നതെല്ലാം എന്താണ്, LHC ആണ്, ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് ആണ്. ഈ ഒരു പിങ്ക് കളറിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത് ഫോട്ടോസിസ്റ്റം 1 ആണ്. അതുപോലെ തന്നെ ഫോട്ടോസിസ്റ്റം 2 ഉണ്ട്. ദിസ് ഇസ് ദ ഫോട്ടോസിസ്റ്റം 2. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ദ ATP സിന്തേസ്. അപ്പോൾ നമുക്ക് നോൺ അപ്രസ്ഡ് ആയിട്ടുള്ള റീജിയനിലും അപ്രസ്ഡ് ആയിട്ടുള്ള റീജിയനിലൊക്കെ കാണാം. ഇവിടെ നമുക്ക് അധികവും PS2 ആണ് കാണുന്നത് അല്ലേ. ഇവിടെയൊക്കെ നമുക്ക് വി ഹാവ് ടു സീ ദ PS2 ഇൻ ദ മെംബ്രെയിൻസ്. ആൻഡ് അതുപോലെ തന്നെ വളരെ കുറഞ്ഞ എമൗണ്ടിൽ PS1 ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്നാലും മോസ്റ്റ് കോൺസെൻട്രേറ്റഡ് PS1 നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു നോൺ അപ്രസ്ഡ് ആയിട്ടുള്ള ഏരിയയിലാണ്. കാരണം ഇവരുടെ ഈ ഒരു സ്ട്രോമയിലായിരിക്കും നേരത്തെ നമ്മൾ പറഞ്ഞ ADP, NADP+ പോലെയുള്ള ഒരുപാട് റിക്വയർമെൻറ്റ്സുകൾക്ക് ഇവർക്ക് ആക്സസ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇവരുടെ പ്രസൻസ് അധികവും ഈ ഭാഗത്തേക്ക് പോകുന്നത്. ഇതാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സോ വി നീഡ് ടു നോ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് PS1 ആൻഡ് PS2. ഓക്കെ, സോ നെക്സ്റ്റ് വി ഡിസ്കസിങ് അബൌട്ട് ദ light reaction. Okay, light reaction occurring in the photosynthesis. ഓക്കെ, എങ്ങനെയാണ് ഈ ലൈറ്റ് റിയാക്ഷൻസ് നടക്കുന്നതെന്നാണ് നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത്. ഇപ്പോൾ ലൈറ്റ് റിയാക്ഷൻസ് എന്ന് പറയാനുള്ളൊരു കാരണം ഇവിടെ ലൈറ്റിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ ലൈറ്റ് എനർജി കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു എനർജി യൂട്ടിലൈസ് ചെയ്തിട്ട് ആ ഒരു ഇലക്ട്രോൺസുകൾ എന്ത് ചെയ്യും, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇലക്ട്രോൺ ആക്സെപ്റ്റേഴ്സിലൂടെ മൂവ് ചെയ്യും. ആ ഇലക്ട്രോൺ ആക്സെപ്റ്റേഴ്സിലൂടെ ഇവിടെ മൂവ് ചെയ്യുമ്പോൾ ഇവിടെ ഫസ്റ്റ്ലി NADPH എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എനർജി കോൺസ്റ്റിറ്റ്യുവൻ്റ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്.
അതിൻ്റെ കൂടെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു, പ്രോട്ടോൺസുകളുടെ മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. ആ പ്രോട്ടോൺസിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഒരു പ്രോട്ടോൺ മോട്ടീവ് ഫോഴ്സ് ഫോം ചെയ്യുകയും അതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ട് ATP, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്, ATPയുടെ പ്രൊഡക്ഷനും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് ലൈറ്റ് റിയാക്ഷൻ്റെ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഒന്ന് ATP, അതുപോലെ തന്നെ NADPH പോലെയുള്ള എനർജറ്റിക് മോളിക്യൂൾസുകളാണ്. അവരാണ് പിന്നീട് കാർബൺ റിയാക്ഷൻസിൽ എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ലൈറ്റ് റിയാക്ഷൻസിൽ മെയിനായിട്ട് ഒരുപാട് ഇലക്ട്രോൺ ആക്സെപ്റ്റേഴ്സുകൾ ഉണ്ടാവും. ആ ഇലക്ട്രോൺ ആക്സെപ്റ്റേഴ്സുകളിലൂടെ ഇലക്ട്രോൺസ് അങ്ങനെ മൂവ് ചെയ്ത് പോവും. ഫൈനലി ATPയുടെ പ്രൊഡക്ഷനും NADPHൻ്റെ പ്രൊഡക്ഷനും അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ ലൈറ്റ് റിയാക്ഷൻസ് നമുക്ക് രണ്ട് രീതിയിൽ വർക്കൗട്ട് ആവുന്നുണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത് Z സ്കീം അഥവാ നോൺ സൈക്ലിക് ആയിട്ടുള്ള ഇലക്ട്രോണിൻ്റെ ട്രാൻസ്പോർട്ടാണ്. നമ്മൾ അതിന് Z സ്കീം എന്ന് വിളിക്കും. അതായത് ലീനിയർ ആയിട്ട് എന്ത് ചെയ്യും, ഇലക്ട്രോൺസുകൾ ഒരു ഇലക്ട്രോൺ ആക്സെപ്റ്ററിൽ നിന്നും ഒരു ഇലക്ട്രോൺ ഡോണറിൽ നിന്നും ഇലക്ട്രോൺ ആക്സെപ്റ്ററിലേക്ക് അങ്ങനെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് നമ്മൾ Z സ്കീമിൽ നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ നമുക്ക് സൈക്ലിക് ആയിട്ടുള്ള ഇലക്ട്രോൺ ഫ്ലോ കാണാൻ പറ്റും. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ ദർ വിൽ ബി എ സൈക്ലിക്, ഈ ഒരു ഇലക്ട്രോൺ ഡൊണേറ്റേഴ്സും ഇലക്ട്രോൺ ആക്സെപ്റ്റേഴ്സും തമ്മിലൊരു സൈക്ലിക് മൂവ്മെൻ്റ് ആണ്, അറേഞ്ച്മെൻ്റ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. എനിവേ നമ്മൾ ഫസ്റ്റ്ലി നമ്മൾ Z സ്കീം എന്താണെന്ന് നമുക്ക് നോക്കാം. Z സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ ആണ് അല്ലേ, നോൺ സൈക്ലിക് ആയിട്ടുള്ള ഇലക്ട്രോൺ ഫ്ലോനെയാണ് നമ്മൾ എന്ത് പറയുക, Z സ്കീം എന്ന് പറയുന്നത്. ആക്ച്വലി ഇവിടെ ലൈറ്റിൻ്റെ പ്രസൻസ് നമുക്ക് നിർബന്ധമായിട്ടും വേണം. അപ്പോൾ ഒരു ലൈറ്റ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടേഷനാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത് എവിടെ നിന്നാണെന്ന് വെച്ചാൽ വാട്ടർ മോളിക്യൂളിൻ്റെ ഹൈഡ്രോലിസിസ് നടക്കുന്നു അല്ലേ, H2O ഹൈഡ്രോലിസിസ് നടക്കുകയും ദെൻ നമുക്കവിടെ ഫ്രീ റാഡിക്കൽസ് അതുപോലെ തന്നെ ഇലക്ട്രോൺസ് പ്രോട്ടോൺസിൻ്റെ ഒക്കെ പ്രൊഡക്ഷൻ ഇവിടെ ഉണ്ടാവും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ ലൈറ്റ് ഇൻഡ്യൂസ്ഡ് ആയിട്ട് ആക്ച്വലി സൺലൈറ്റിൻ്റെ ലൈറ്റ് ഇൻഡ്യൂസ്ഡ് ആയിട്ടാണ് ഇവിടെ വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്, വാട്ടർ ഹൈഡ്രോലിസിസ് നടക്കുകയും അതിലൂടെ ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസുകൾ ഉണ്ടായിരിക്കും. ആ കൺകമ്മിറ്റൻ്റ് ആയിട്ട് ഉണ്ടാവുന്ന ഓക്സിജന് അതുപോലെ തന്നെ ഇലക്ട്രോൺസിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ മൂലം ഉണ്ടാവുന്ന NADPH അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫോട്ടോ ലൈറ്റ് റിയാക്ഷൻസിലൂടെ മെയിനായിട്ട് ഫോം ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ ഒരു Z സ്കീം നടക്കുമ്പോൾ ഇവിടെ രണ്ട് ഫോട്ടോ സിസ്റ്റത്തിൻ്റെയും കൊളാബറേഷൻ നടക്കുന്നുണ്ട് അല്ലേ. രണ്ട് ഫോട്ടോ സിസ്റ്റം 1ൻ്റെയും ഫോട്ടോ സിസ്റ്റം 2ൻ്റെയും ഒരു കൊളാബറേഷൻ അവിടെ ഉണ്ടാവുന്നുണ്ട്. സോ Z സ്കീമിൻ്റെ ഫൈനൽ ഡെഫിനിഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ Z സ്കീം എന്ന് പറയുന്നത് ഒരു നോൺ സൈക്ലിക് ആയിട്ടുള്ള ഇലക്ട്രോൺ ഫ്ലോ ആണ്. ഈ ഒരു ഇലക്ട്രോൺ ഫ്ലോ എന്ന് പറയുന്നത് ലൈറ്റ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ഇലക്ട്രോൺസ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക, വാട്ടർ മോളിക്യൂളിൽ നിന്നായിരിക്കും അല്ലേ. ലൈറ്റ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള വാട്ടറിൻ്റെ ഹൈഡ്രോലിസിസ് നടക്കുന്നു. അങ്ങനെ ഹൈഡ്രോലൈസ് ചെയ്തിട്ട് ആ ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഇറ്റ് വിൽ ബി ട്രാൻസ്പോർട്ട് ഫ്രം വാട്ടർ ടു NADP+. വാട്ടറിൽ നിന്നും ലാസ്റ്റ് ഇലക്ട്രോൺ അക്സെപ്റ്റർ ആണ് NADP+ എന്ന് പറയുന്നത്. അങ്ങനെ NADP+ലേക്ക് എത്തിയിട്ട് ദർ വിൽ ബി എ കൺകോമിറ്റൻ്റ്, അതായത് അതിൻ്റെ കൂടെ തന്നെ എന്തും കൂടെ നടക്കുന്നുണ്ട്, ഓക്സിജൻ എവല്യൂഷനും കൂടെ നടക്കുകയും ആൻഡ് ദർ ഈസ് എ കൊളാബറേഷൻ ഓഫ് 2 ഫോട്ടോ സിസ്റ്റം, ദാറ്റ് ഈസ് ദ ഫോട്ടോ സിസ്റ്റം 1 ആൻഡ് ഫോട്ടോ സിസ്റ്റം 2. So that is known as a Z scheme electron transport which occur in the photosynthesis. ഇനി Z സ്കീമിലെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നടക്കാൻ പോകുന്നത് എക്സൈറ്റേഷൻ ഓഫ് ദ P680, അതായത് ഫോട്ടോ സിസ്റ്റമാണിത് P680 എന്ന് പറയുന്നത്. അപ്പോൾ PS2 അഥവാ ഫോട്ടോ സിസ്റ്റം 2ലേക്കായിരിക്കും ആദ്യത്തെ ഇലക്ട്രോൺ എന്ത് ചെയ്യുക, മൂവ് ചെയ്യുന്നത്. അതായത് ഇവിടെ വാട്ടറിൻ്റെ ഹൈഡ്രോലിസിസ് നടക്കുന്നുണ്ട് അല്ലേ, മീൻസ് സൺലൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടർ
ഹൈഡ്രോളിസിസ് നടക്കുന്നുണ്ട്. ആ വാട്ടർ ഹൈഡ്രോളിസിസ് നടന്നിട്ട് നമ്മളതിനെ ഓക്സിജൻ ഇവോൾവിങ് കോംപ്ലക്സ് എന്നാണ് പറയുക. ആ ഒരു വാട്ടർ ഹൈഡ്രോളിസിസിലൂടെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കോക്സ് സൈക്കിൾ നടക്കുന്നുണ്ട്. കോക്സ് സൈക്കിൾ അല്ലെങ്കിൽ വാട്ടർ സൈക്കിൾ. വാട്ടർ സൈക്കിൾ എന്താണെന്നുള്ളത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ അത് മാത്രമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എനിവേ ഇവിടെ വാട്ടർ സൈക്കിൾ അഥവാ കോക്ക് സൈക്കിൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ഇലക്ട്രോണിൻ്റെ ജനറേഷൻ അതുപോലെ തന്നെ ഓക്സിജൻ്റെ ഫോർമേഷനൊക്കെ നടക്കുന്നത്. സോ ഈ ഒരു ഇതിലൂടെ, ഈ ഒരു കോക്ക് സൈക്കിളിലൂടെ ഓക്സിജൻ ഇവോൾവിങ് കോംപ്ലക്സ് എന്ത് ചെയ്യും, ഇലക്ട്രോൺസിനെ ഫസ്റ്റ് പാസ് ചെയ്യുന്നത് ഫോട്ടോസിസ്റ്റം 1 ആയിരിക്കും. ഫോട്ടോസിസ്റ്റം 1ലുള്ള P680 എന്ന് പറഞ്ഞാൽ 680 നാനോമീറ്ററിൽ ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻ സെൻറ്ററാണ് P680 എന്ന് പറയുന്നത്. സോ ഇവിടെ ആദ്യത്തെ എക്സൈറ്റേഷൻ നടക്കുന്നത് എന്തായിരിക്കും, P680 ആയിരിക്കും ഫോട്ടോസിസ്റ്റം 2ലെ റിയാക്ഷൻ സെൻറ്റർ. അങ്ങനെ ഇവരെന്ത് ചെയ്യും, ഈ P680 ഇവരുടെ ഗ്രൗണ്ടഡ് സ്റ്റേജിൽ നിന്നും ഇവർ എക്സൈറ്റഡ് ആയിട്ട് എന്ത് ചെയ്യും, P680 സ്റ്റാർ ഫോമിലേക്ക് എത്തും അല്ലേ. അതാണ് ഇവിടെ എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണത്. ഇലക്ട്രോണിനെ അബ്സോർബ് ചെയ്തിട്ട് എക്സൈറ്റഡ് ആയിട്ട് പോയിട്ടുള്ള സ്റ്റേജാണ് ഈ കാണുന്നത്. ദെൻ ഈ ഒരു P680യിൽ നിന്നും ഇലക്ട്രോണിനെ എന്ത് ചെയ്യും, ഇവരിങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് തന്നെ നിൽക്കില്ലല്ലോ, ഇവരെന്ത് ചെയ്യും, എനർജി റിലീസ് ചെയ്തിട്ട് ഗ്രൗണ്ട് ലെവലിലേക്ക് തന്നെ ഇവർ വരും. അപ്പോൾ അങ്ങനെ ഗ്രൗണ്ട് ലെവലിലേക്ക് വരുമ്പോൾ ഇവർ ഈ ഇലക്ട്രോണിനെ കൊടുക്കുന്നത് ഒരു ഫിയോഫൈറ്റിനായിരിക്കും. മറ്റൊരു ഇലക്ട്രോൺ അക്സെപ്റ്ററാണ് ഫിയോഫൈറ്റിൻ. അപ്പോൾ ഫിയോഫൈറ്റിന് ഇവരെന്ത് ചെയ്യും, ഇലക്ട്രോണിനെ കൊടുക്കും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗീവ് ഇറ്റ് എ നെഗറ്റീവ് ചാർജ്. ദെൻ ഈ ഫിയോഫൈറ്റിൻ എന്ത് ചെയ്യും, എക്സ്ട്രാ ഇലക്ട്രോണിനെ ഒരു പ്ലാസ്റ്റോക്വിനോണിന് കൊടുക്കും. അപ്പോൾ പ്ലാസ്റ്റോക്വിനോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റോക്വിനോൺ PQAയും ഉണ്ട് PQBയും ഉണ്ട്. പ്ലാസ്റ്റോക്വിനോൺ A ഉണ്ട്, പ്ലാസ്റ്റോക്വിനോൺ Bയും ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ പ്ലാസ്റ്റോക്വിനോൺ Aയിലേക്കാണ് ആദ്യം ഇലക്ട്രോണിനെ എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുക. ആ പ്ലാസ്റ്റോക്വിനോൺ A എന്ത് ചെയ്യും, വീണ്ടും ഇലക്ട്രോണിനെ എന്ത് ചെയ്യും, പ്ലാസ്റ്റോക്വിനോൺ Bയിലേക്ക് കൊടുക്കും. എന്നിട്ട് ഈ പ്ലാസ്റ്റോക്വിനോൺ B, when പ്ലാസ്റ്റോക്വിനോൺ B acquire 2 electron in 2 such transfer. അപ്പോൾ ഇവിടെ 2 പ്രാവശ്യമായിട്ടാണ് കിട്ടുന്നത്. ആദ്യത്തെ പ്രാവശ്യം പ്ലാസ്റ്റോക്വിനോൺ A പ്ലാസ്റ്റോക്വിനോൺ Bക്ക് കൊടുക്കും, വീണ്ടും സെക്കൻഡ് ഇലക്ട്രോണിനെ പ്ലാസ്റ്റോക്വിനോൺ Bക്ക് കൊടുക്കും. അങ്ങനെ 2 പ്രാവശ്യം ഇവർ അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും, 2 പ്രോട്ടോൺസിനെയും കൂടെ ഇവർ എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഇവർ പ്ലാസ്റ്റോ ഹൈഡ്രോക്വിനോൺ ആയിട്ട് മാറും. നമ്മളതിനെ QH2 എന്നാണ് പറയുക. പ്ലാസ്റ്റോ ഹൈഡ്രോക്വിനോൺ ആയിട്ട് ഇവർ മാറും. അങ്ങനെ ഈ പ്ലാസ്റ്റോ ഹൈഡ്രോക്വിനോണിൽ നിന്നും ഇവഞ്ച്വലി ഇതെങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, സൈറ്റോക്രോം B6F എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോംപ്ലക്സിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യും. ദിസ് ഈസ് ദ ഹാഫ് ഓഫ് ദ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ഒക്യൂർ ഇൻ ദ Z സ്കീം. നമ്മൾ പിക്ചർ വെച്ചിട്ട് ഇത് പറയാം, അപ്പോൾ ഒന്നും കൂടെ മനസ്സിലാവും. അപ്പോൾ ഇതാണ് കംപ്ലീറ്റ് Z സ്കീമിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഒരുപാട് കോംപ്ലക്സുകൾ കാണാനായിട്ട് പറ്റും. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള ഫോട്ടോസിസ്റ്റം 2ൻ്റെ റിയാക്ഷൻ സെൻറ്ററാണ് P680 എന്ന് പറയുന്നത്. P700 എന്ന് പറയുന്നത് ഫോട്ടോസിസ്റ്റം 1ൻ്റെ റിയാക്ഷൻ സെൻറ്ററാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വാട്ടറിൻ്റെ ലൈറ്റ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഹൈഡ്രോലിസിസ് നടക്കുന്നു അല്ലേ. ഇവിടെ ഓക്സിജൻ ഇവോൾവിങ് കോംപ്ലക്സ് ഉണ്ട്, ഇവിടെയാണ് കോക്ക് സൈക്കിൾ നടക്കുന്നത്. അങ്ങനെ ഈ ഇലക്ട്രോണിനെ ആദ്യം എടുക്കുന്നത് ആരാണ്, P680 ആയിരിക്കും അല്ലേ. അതിന് P680 അതിൻ്റെ ഗ്രൗണ്ട് ലെവലിൽ നിന്നും ഇവർ എക്സൈറ്റ് ചെയ്തിട്ട് ഹൈ എനർജി സ്റ്റേറ്റിലേക്ക് വരികയും ദെൻ ഇതിൽ നിന്ന് ഇവർ റിലീസ് ചെയ്യുന്ന സമയത്ത്, അതായത് ഗ്രൗണ്ട് ലെവലിലേക്ക് തന്നെ പോകുന്ന സമയത്ത് ഈ ഇലക്ട്രോണിന് ഇവർ ആദ്യം കൊടുക്കുന്നത് ആർക്കാ, ഫിയോഫൈറ്റിൻ വീണ്ടും ആർക്ക് കൊടുക്കും, പ്ലാസ്റ്റോക്വിനോൺ Aക്ക് കൊടുക്കും. പ്ലാസ്റ്റോക്വിനോൺ A അത് പ്ലാസ്റ്റോക്വിനോൺ Bക്കായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അങ്ങനെ 2 പ്രാവശ്യം സൈക്ലിക്കായിട്ട് ഇവരെന്ത് ചെയ്യും, പ്ലാസ്റ്റോ ഹൈഡ്രോക്വിനോൺ ആയിട്ട് PQH2 അവർ ഫോം ചെയ്യും.
അങ്ങനെ PQH2 എന്ത് ചെയ്യും, ആ 2 ഇലക്ട്രോണിനെയും ഈ സൈറ്റോക്രോം B6F കോംപ്ലക്സിലൂടെ അവർ എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. ഇങ്ങോട്ടാണ് കൊടുക്കുക സൈറ്റോക്രോം B6Fൽ. അപ്പോൾ ഇവിടെ അയൺ സൾഫർ സെൻറ്റേഴ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിലൂടെ അത് മൂവ് ചെയ്യും. അങ്ങനെ ഇവഞ്ച്വലി ഇവിടെ ഒരു ക്യൂ സൈക്കിൾ നടക്കും കേട്ടോ. ഇവിടെ ഒരു ക്യൂ സൈക്കിൾ നടക്കുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്യും, ഇവർ ഈ ഒരു ഇലക്ട്രോണിനെ പ്ലാസ്റ്റോസിയാനിന് കൊടുക്കും. ഓക്കെ, പ്ലാസ്റ്റോസിയാനിന് എത്തിക്കഴിഞ്ഞ് ഇതൊരു മൊബൈലായിട്ടുള്ളൊരു ഇലക്ട്രോൺ കാരിയറാണ് പ്ലാസ്റ്റോസിയാനിൻ എന്ന് പറയുന്നത്. ആ ഇലക്ട്രോൺ കാരിയർ എന്ത് ചെയ്യും, ഈ ഒരു ഇലക്ട്രോണിനെ നമ്മുടെ ഫസ്റ്റ് ഫോട്ടോ സിസ്റ്റം ആയിട്ടുള്ള P700-നായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ഈ സൈറ്റോക്രോം B6Fൽ നിന്നും പ്ലാസ്റ്റോസിയാനിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ പ്രോട്ടോണുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നുണ്ട് മാട്രിക്സിൽ, മീൻസ് സ്ട്രോമയിലേക്ക്. ഓക്കെ, അങ്ങനെ ഈ പ്ലാസ്റ്റോക്വിനോൺ നിന്നും ഇലക്ട്രോണിനെ P700-ന് കിട്ടിക്കഴിഞ്ഞാൽ വുഡ് ഹാപ്പൻ, ഡെഫിനറ്റ്ലി P700 എന്ത് ചെയ്യും, ഇവിടെ എക്സൈറ്റഡ് സ്റ്റേറ്റിലാവും അല്ലേ. അങ്ങനെ എക്സൈറ്റഡ് സ്റ്റേറ്റിലാവുന്നത് നമുക്ക് കാണാം. ശേഷം അത് എനർജി ആർക്ക് റിലീസ് ചെയ്യും, AO എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലോറോഫില്ലിലേക്ക് കേട്ടോ. AO എന്ന് പറഞ്ഞാൽ അടുത്തൊരു ക്ലോറോഫിലാണ്, അതൊരു ഇലക്ട്രോൺ അക്സെപ്റ്ററാണ്. അവരിലേക്ക് ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്യും. അതിനുശേഷം A1ലേക്ക് ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്യും. A1-ൽ നിന്നും അടുത്ത ഒരു അയൺ സൾഫർ റിയാക്ഷൻ സെൻറ്ററിലേക്ക് എന്ത് ചെയ്യും, അതിനെ ട്രാൻസ്ഫർ ചെയ്യും. അതിനുശേഷം ഇതെന്ത് ചെയ്യും, ഒരു ഫെറിഡോക്സിനിലേക്കാണ് ഈ ഒരു ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്യുക. ദെൻ ആ ഫെറിഡോക്സിനിൽ തന്നെ ഉള്ള NADP ഓക്സിഡോ റിഡക്റ്റേസിനാണ് പിന്നീട് ഇലക്ട്രോൺ കിട്ടുന്നത്. അപ്പോൾ NADP ഓക്സിഡോ റിഡക്റ്റേസിൻ്റെ ആക്റ്റീവ് സൈറ്റിലായിട്ട് കാണുന്ന അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു NADP+ ആണ് ആക്ച്വലി ദ ഫൈനൽ ഇലക്ട്രോൺ അക്സെപ്റ്റർ ഓഫ് എ Z സ്കീം ഫോട്ടോ സിസ്റ്റം. അപ്പോൾ Z സ്കീം ലൈറ്റ് റിയാക്ഷനിലെ ഫസ്റ്റത്തെ ഇലക്ട്രോൺ അക്സെപ്റ്റർ എന്ന് പറയുന്നത് P680 ആണ് അല്ലേ. ഫോട്ടോ സിസ്റ്റം 2 ആണ്. ഫൈനൽ ആയിട്ടുള്ള ഇലക്ട്രോൺ അക്സെപ്റ്റർ എന്ന് പറയുന്നത് ആരാണ്, NADP+ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള Z സ്കീം എന്ന് പറയുന്നത്. ടോട്ടൽ റിയാക്ഷനാണ് ഇവിടെ കാണുന്നത്. അതായത് ഒരു Z സ്കീം നടക്കുമ്പോൾ 2 മോളിക്യൂൾ വാട്ടർ ഇവിടെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, 2 NADP+ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, 8 ഫോട്ടോൺസുകൾ ഇവിടെ മീൻസ് ലൈറ്റ് ഇലക്ട്രോൺസുകളായിട്ട് ഇവിടെ ലൈറ്റിൻ്റെ 8 ഫോട്ടോൺസുകളും ഇവിടെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു Z സ്കീം. അപ്പോൾ ഇതിൽ നമ്മൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓരോ ഇലക്ട്രോണും ആരിൽ നിന്നും ആരിലേക്കാണ് സ്വീകരിക്കുന്നത്, ആരാണ് ഇലക്ട്രോൺ ഡോണർ, ആരാണ് ഇലക്ട്രോൺ അക്സെപ്റ്റർ. ഇപ്പോൾ ഇവിടെ പ്ലാസ്റ്റോക്വിനോൺ Bക്കാണ് ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആരിൽ നിന്നായിരിക്കും ആ ഇലക്ട്രോണിനെ കൊടുക്കുന്നുണ്ടാവുക. ഇപ്പോൾ ഇവിടെ കൊടുക്കുന്ന പ്ലാസ്റ്റോക്വിനോൺ A ആണ്. അപ്പോൾ അങ്ങനെ ആരാണ് ഡോണർ വരുന്നത്, അതിൻ്റെ സബ്സിക്വൻ്റ് ആയിട്ടുള്ള റിസപ്റ്റർ ആരാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. പിന്നെ എത്രത്തോളം കമ്പോണൻസ് ആണ് ഇവിടെ യൂട്ടിലൈസ് ചെയ്യുന്നത്, ഏതൊക്കെ എൻസൈം, ഇപ്പോൾ FAD+ ഓക്സിഡോ റിഡക്റ്റേസ്, NADP+ ഓക്സിഡോ റിഡക്റ്റേസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എൻസൈമാണ് ഈ ഒരു ലാസ്റ്റ് സ്റ്റെപ്പിൽ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു Z സ്കീമിൽ നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു പിക്ചർ നോക്കിയ സമയത്ത് ഇതിൽ നമുക്ക് കാണാൻ പറ്റും ഈ ഫെറിഡോക്സിൽ നിന്ന് വീണ്ടും ഇങ്ങോട്ട് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് അല്ലേ. ഇതാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്, സൈക്ലിക് ആയിട്ടുള്ള ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞത് നോൺ സൈക്ലിക് ആണ്, Z സ്കീം ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു Z ഷേപ്പിലുള്ള ഒരു ഇലക്ട്രോണിൻ്റെ ട്രാൻസ്പോർട്ടാണ് നമ്മൾ കണ്ടത്. അടുത്തായിട്ട് നമ്മൾ സൈക്ലിക് ആയിട്ട് വരുന്ന ഒരു മൂവ്മെൻ്റാണ്, ഇലക്ട്രോൺസിൻ്റെ ട്രാൻസ്ഫറാണ് നമ്മൾ നോക്കുന്നത്. സോ സൈക്ലിക് ഇലക്ട്രോൺ ഫ്ലോ കോമൺ ആയിട്ട് ഒക്കർ ചെയ്യുന്നത് PS1-ൻ്റെയും അതുപോലെ തന്നെ സൈറ്റോക്രോം B6F കോംപ്ലക്സിൻ്റെയും ഇടയിലാണ്. അതായത് നമുക്കറിയാം
PS1 അല്ലേ, PS1 സൈറ്റോക്രോം B6Fൽ നിന്നുമാണ് ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, ആർക്ക് എത്തുന്നത്, സൈറ്റോക്രോം B6Fൽ നിന്നാണ് അത് ഇങ്ങനെ PS1ലേക്ക് എത്തുന്നത്. സോ ആ ഒരു സ്റ്റെപ്പ് എന്ത് ചെയ്യും, ഇവിടെ സൈക്ലിക്കായിട്ട് നടന്നുകൊണ്ടിരിക്കും. അതാണ് ഇവിടുത്തെ സൈക്ലിക് ഇലക്ട്രോൺ ഫ്ലോ എന്ന് പറയുന്നത്. മെയിനായിട്ട് ഇവിടെ ഒരു സിംഗിൾ ഫോട്ടോ സിസ്റ്റം ആയിരിക്കും ഈ ഒരു സൈക്ലിക് ഇലക്ട്രോൺ ഫ്ലോയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ദ സിംഗിൾ ഫോട്ടോ സിസ്റ്റം ടേക്ക് പാർട്ട് ഹിയർ ഈസ് ദ ഫോട്ടോ സിസ്റ്റം 1 അഥവാ P700 റിയാക്ഷൻ സെൻറ്ററുള്ള ഒരു ഫോട്ടോ സിസ്റ്റം ആയിരിക്കും ഇതിൽ എന്ത് ചെയ്യുക, ടേക്ക് പാർട്ട് ചെയ്യുന്നത്. സോ ഹിയർ ദി ഇലക്ട്രോൺ വിൽ ബി പാസസ് ഫ്രം P700 ടു ഫെറിഡോക്സിൻ. ഇവിടെ എന്ത് ചെയ്യുന്നു, നമ്മൾ പ്ലാസ്റ്റോസിയാനിൽ നിന്നും ഇലക്ട്രോണിനെ P700 സ്വീകരിക്കും അല്ലേ. ആ സ്വീകരിച്ച ഇലക്ട്രോണിനെ എവിടേക്ക് എത്തും, ഫെറിഡോക്സിനിലേക്ക് എത്തും. അങ്ങനെ ഫെറിഡോക്സിൽ നിന്ന് വീണ്ടും ആ ഇലക്ട്രോൺ തിരിച്ച് എങ്ങോട്ടേക്ക് തന്നെ എത്തും, ഈ പറഞ്ഞ സൈറ്റോക്രോം B6Fലേക്ക് എത്തുന്നു. അപ്പോൾ ആ ഒരു ഇവൻ്റ് ഇങ്ങനെ സൈക്ലിക്കായിട്ട് നടക്കുന്നതാണ് സൈക്ലിക് ഇലക്ട്രോൺ ഫ്ലോ എന്ന് പറയാം. അപ്പോൾ ഇവിടെ എന്തില്ല, ദ പ്ലാസ്റ്റോസിയാനിൻ ട്രാൻസ്ഫർ ഇലക്ട്രോൺ ടു P700 ഇറ്റ് വിൽ ബി ട്രാൻസ്ഫർ ടു ഫെറിഡോക്സിൻ. അപ്പോൾ നേരത്തെയാണ് പ്ലാസ്റ്റോസിയാനിൻ ഇൻവോൾവഡ് ആയിരുന്നത്, പിന്നെ തിരിച്ച് പ്ലാസ്റ്റോസിയാനിലേക്ക് എത്തുന്നില്ല. ഇവർ 3 പേര് മാത്രം എന്ത് ചെയ്യും, ഇലക്ട്രോൺസിനെ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടേയിരിക്കും. സോ അതാണ് നമ്മൾ സൈക്ലിക് ഇലക്ട്രോൺ ഫ്ലോ എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് പറയുന്ന ഈ ഒരു സൈക്ലിക് ഇലക്ട്രോൺ ഫ്ലോ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അക്കമ്പനീഡ് ബൈ നെറ്റ് ഫോർമേഷൻ ഓഫ് NADPH അല്ലേ. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് Z സ്കീം ഫോം ചെയ്യുമ്പോൾ മാത്രം എന്ത് ചെയ്യും, അവിടെ ഒരു NADPH അവിടെ ഫോം ചെയ്യുന്നുണ്ട്. FAD ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള NAD+ ഓക്സിഡോ റിഡക്റ്റേസ് എന്ത് ചെയ്യും, ഇലക്ട്രോണിനെ അവർ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്വീകരിക്കുമ്പോഴാണ് അവിടെ NADPH ജനറേറ്റ് ചെയ്യുക. ആക്ച്വലി ഇവിടെ ഫെറിഡോക്സിൽ നിന്നും എന്ത് കിട്ടുന്നില്ല, NADP+ ഈ ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഫെറിഡോക്സിൽ നിന്നും നേരിട്ട് സൈറ്റോക്രോം B6Fലേക്കാണ് ഇവിടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഒരിക്കലും NADPHൻ്റെ ഒരു ഫോർമേഷൻ ഈ ഒരു സൈക്ലിക് ഇലക്ട്രോൺ ഫ്ലോയിൽ എന്ത് ചെയ്യുന്നില്ല, നടക്കുന്നില്ല. ഇറ്റ് ഈസ് അക്കമ്പനീഡ് ബൈ ദ പ്രോട്ടോൺ പമ്പിങ് by the cytochrome B6F complex and by phosphorylation of ADP to ATP. അപ്പോൾ ഈ ഒരു സൈക്ലിക് ഇലക്ട്രോൺ ഫ്ലോയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താ, ഇവർ നോർമലി പ്രൊമോട്ട് ചെയ്യുന്നത് ATPയുടെ പ്രൊഡക്ഷൻ ആയിരിക്കും. ഓക്കെ, ATPയുടെ ഫോർമേഷനെയാണ് ഇവരെന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് റെഫേർഡ് ടു ആസ് എ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. അതുകൊണ്ടാണ് നമ്മൾ ഈ സൈക്ലിക് ഇലക്ട്രോൺ ഫ്ലോയിനെ എന്ത് വിളിക്കുന്നത്, സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്ന് പറയാം. അതായത് ഇവിടെ ATPയുടെ ജനറേഷനാണ് മെയിനായിട്ട് എയിം ചെയ്യുന്നത്. ഒരിക്കലും NADP+ൻ്റെ NADPHൻ്റെ ഫോർമേഷൻ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, മീൻസ് അതിന് നോക്കുന്നില്ല അല്ലേ, അതിൻ്റെ ഫോർമേഷൻ ഇവിടെ നടക്കുന്നില്ല. ATPയുടെ ഫോർമേഷൻ ആയിരിക്കും ഒരു സൈക്ലിക് ഇലക്ട്രോൺ ഫ്ലോയിൽ എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. Okay, so this is the pictorial scenario of the what cyclic electron flow. So you can see here ബാക്കിയുള്ള ഒന്നും ഇതിനെ ഇവിടെ ബാക്കിയുള്ള ഇലക്ട്രോൺ അക്സെപ്റ്റേഴ്സിനെയോ ഡോണേഴ്സിനെയോ ഒന്നും തന്നെ ഇവിടെ നമ്മൾ കാണിച്ചിട്ടില്ല. യു ക്യാൻ സീ ഹിയർ നമ്മൾ ഫോട്ടോ സിസ്റ്റം 1ൽ നിന്നും ആർക്ക് കിട്ടുന്നുണ്ട്, സൈറ്റോക്രോം B6Fന് കിട്ടുന്നുണ്ട് അല്ലേ, സൈറ്റോക്രോം B6Fന് കിട്ടിയിട്ടുണ്ട്. സൈറ്റോക്രോം B6F